Next, find and sketch the level curves of f of xy equal to c. c equal to -3, -2, -1, 0, 1, 2, 3. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ലെവൽ കേഴ്സ് ആണ് വരയ്ക്കേണ്ടത്. അപ്പം എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ മൈനസ് വൺ. അപ്പം നമ്മൾ എക്സ് പ്ലസ് വൈ മൈനസ് വൺ ഈക്വൽ ടു ആദ്യം 3യുടെ ലെവൽ കേഴ്സ് വരയ്ക്കാം. 3. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ആയിരിക്കും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4. ഇതാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 4 ഈ പോയിന്റ്. വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 4 ഈ പോയിന്റ്. ഈ രണ്ട് ലൈനിൽ കൂടെ കടന്നു പോകുന്ന ഈ ലൈനാണ് ലെവൽ കേഴ്സ്. സി ഈക്വൽ ടു 3യുടെ. ഇനി സി ഈക്വൽ ടു -3യുടെ ആണെങ്കിലോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു -3. എക്സ് പ്ലസ് വൈ -1 ഈക്വൽ ടു -3, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു -2. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു -2 ഈ പോയിന്റ്. വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -2 ഈ പോയിന്റ്. ഈ രണ്ട് ലൈനിൽ കൂടെയും കടന്നു പോകുന്ന ലൈനാണ് എക്സ് പ്ലസ് വൈ -1 ഈക്വൽ ടു സി ഈക്വൽ ടു -3യുടെ. ഇനി നമുക്ക് വൈ ഈക്വൽ ടു നമുക്കിനി എത്ര എടുക്കേണ്ടത്? -1 നോക്കാം. അപ്പം എക്സ് പ്ലസ് വൈ -1 ഈക്വൽ ടു -1. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. ഈ 0, 0 കടന്നു പോകുന്ന ഈ ലൈൻ ആയിരിക്കും. ഇതാ ഈ ലൈൻ. ഇതാണ് എക്സ് പ്ലസ് വൈ -1 ഈക്വൽ ടു -1 എന്ന് പറയും. ഇത് അപ്പം ഇത് 3 എന്ന് പറയുന്നത്, ഈ ലൈൻ -3 എന്ന് പറയുന്നത്, ഇത് സോറി ഇത് -1 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ലെവൽ കർവ്. ബാക്കിയുള്ള ലെവൽ കർവ്സ് ഒക്കെ അതിന് പാരലായിട്ട് വരും. ഇനി ലെവൽ കേഴ്സ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, സി ഈക്വൽ ടു 0, 1 to up to 25. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി. സിക്ക് ആദ്യം നമുക്ക് 0 കൊടുക്കാം. 0 കൊടുത്തു കഴിയുമ്പോൾ എന്താ? 0 സെൻറ്റർ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇനി സിക്ക് 1 കൊടുത്താലോ? സിക്ക് 1 കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന 1 റേഡിയസ് ആയിട്ടുള്ള സർക്കിള്. ഇനി 4 കൊടുത്താലോ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ. 2 റേഡിയസ് ആയിട്ടുള്ള സർക്കിള്, അത് സി ഈക്വൽ ടു 4ൽ. പിന്നെ സി ഈക്വൽ ടു 9ൽ 3 റേഡിയസ് ആയിട്ടുള്ള സർക്കിള്. പിന്നെ സി ഈക്വൽ ടു 16ൽ 4 റേഡിയസ് ആയിട്ടുള്ള സർക്കിള്. ദെൻ സി ഈക്വൽ ടു 25ൽ 5 റേഡിയസ് ആയിട്ടുള്ള ഇത് സർക്കിൾ. ഈ സർക്കിൾസ് ഒക്കെയാണ് ലെവൽ കർവ്സ്. ഒറിജിനലിന് പാരലായിട്ടുള്ള വരയ്ക്കുന്ന കോൺസെൻട്രിക് ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾസ് ഒക്കെ. ദെൻ അടുത്തത് ലെവൽ കർവ്സ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ. അപ്പം എക്സ് വൈ ഈക്വൽ ടു സിയിലാണ്. അപ്പം എക്സ് വൈ ഈക്വൽ ടു ആദ്യം നമുക്ക് 9 എടുക്കാം. 9 എക്സ് വൈ ഈക്വൽ ടു 9 ആകുമ്പോൾ ഏതൊക്കെയാണ്? എക്സ് വൈ ഈക്വൽ ടു 9 എന്ന് പറയുന്ന കേഴ്സ് ഇതാണ്. ഈ രണ്ട് കേഴ്സുമാണ് എക്സ് വൈ ഈക്വൽ ടു 9. ഇനി എക്സ് വൈ ഈക്വൽ ടു 4ഓ? എക്സ് വൈ ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഇതാണ്. രണ്ടും പോസിറ്റീവ്, 4 ആൻഡ് സോ ഓൺ. ഇനി എക്സ് വൈ ഈക്വൽ ടു -9ഓ? -9 ഇതാണ് എക്സ് വൈ ഈക്വൽ ടു -9. ഇതും എക്സ് വൈ ഈക്വൽ ടു -9 ആണ്. ഇനി എക്സ് വൈ ഈക്വൽ ടു -4ഓ? ഇത് എക്സ് വൈ ഈക്വൽ ടു -4, ഇത് എക്സ് വൈ ഈക്വൽ ടു -4. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഫൈൻഡ് ദ ഫങ്ഷൻസ് ഡൊമൈൻ. ഡൊമൈൻ ആണ്. പിന്നെ റേഞ്ച് കാണണം, ലെവൽ കേഴ്സ് കാണണം, ബൗണ്ടറി ഓഫ് ദ ഫങ്ഷൻ കാണണം, ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് കാണണം, ഓർ നൈദർ, ബൗണ്ടഡ് ഓർ അൺബൗണ്ടഡ്. ഇത്രയും കാര്യങ്ങളാണ് കാണേണ്ടത്. അപ്പം നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ മൈനസ് എക്സ്. ഇതിന് വൈ മൈനസ് എക്സ്. ഇതിന് ഡൊമൈൻ ഏതൊക്കെയായിരിക്കും? ഇതിന് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വൈക്ക് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ മൈനസ് എക്സ്. അപ്പോൾ എക്സിനും വൈക്കും ഏത് വാല്യൂവും കൊടുക്കാം. അപ്പോൾ ഇതിന് ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിനും വൈക്കും ഏത് വാല്യൂവും കൊടുത്തു കഴിഞ്ഞാൽ ഓൾ പോയിന്റ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും ഇതിന് ഡൊമൈൻ. ഇതിൻ്റെ റേഞ്ചോ? എക്സിനും വൈക്കും ഏത് വാല്യൂ കൊടുത്താലും കിട്ടുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്ന ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ റേഞ്ച് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ദെൻ
എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ മൈനസ് എക്സ് ആണ്. ഇതാണ്. ഇനി ഇതിന് ലെവൽ കേഴ്സോ വൈ മൈനസ് എക്സ് ഈക്വൽ ടു സി എന്നെടുക്കുക. അപ്പം വൈ ഈക്വൽ ടു എക്സ് പ്ലസ് സി. സി 0 ആകുമ്പോൾ എന്ത് കിട്ടും? സി 0 ആകുമ്പോൾ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് സി 0 ആകുമ്പോൾ ഈ ലൈൻ കിട്ടും. ഇനി സിക്ക് ഓരോ വാല്യൂസ് കൊടുത്താൽ ഇതിന് പാരലായിട്ടുള്ള ലൈൻസാണ് കിട്ടുക. ഇതാ ഇതിന് പാരലായിട്ട് മുകളിലേക്കും താഴേക്കും. അപ്പോൾ ലെവൽ കേഴ്സ് എന്ന് പറയുന്നത് ലെവൽ കേഴ്സ് ആർ സ്ട്രെയിറ്റ് ലൈൻ വൈ മൈനസ് എക്സ് ഈക്വൽ ടു സി പാരലൽ ടു ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ്. വൈ ഈക്വൽ ടു എക്സിന് പാരലായിട്ടുള്ള ലൈൻസ് ആണ്. ദെൻ ഇതിന് ബൗണ്ടറി ഉണ്ടോ? ബൗണ്ടറി ഇല്ല. ഇൻഫിനിറ്റി ഈ എക്സും വൈയും എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് പാരലായിട്ട് ഇത് ഒറിജിനൽ കൂടെ കടന്നു പോകുന്ന വൈ ഈക്വൽ ടു എക്സിന് പാരലായിട്ടാണ് മുകളിലേക്കും താഴേക്കും. ഇതിന് ബൗണ്ടറി ഒന്നുമില്ല, ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ നോ ബൗണ്ടറി പോയിന്റ് ആണ്. ദെൻ ഇനി ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഇത് ഓപ്പണും ക്ലോസ്ഡും ആണ് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പണും ഒരേ സമയം ഓപ്പണുമാണ്. എല്ലാ പോയിന്റും ഇൻറ്റീരിയർ പോയിന്റ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. ബൗണ്ടറി പോയിന്റ് ആക്ച്വലി ഇല്ലെന്നുള്ളതാണ്. ഇൻഫിനിറ്റി വരെ പോകും. അതുകൊണ്ട് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആണ്. ഇനി ഇതെന്താണ്? അൺബൗണ്ടഡ് ആണ്. ഇൻഫിനിറ്റി വരെ ഇതിൻ്റെ അകത്തുണ്ട്. ഇൻഫിനിറ്റി വരെ ഈ ലൈനിന് മുകളിൽ പാരലായിട്ട് ഇൻഫിനിറ്റി വരെ പോകും. അതുകൊണ്ട് അൺബൗണ്ടഡ് ആണ്. അതാണ് അതിൻ്റെ കാര്യം. അടുത്തത് നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് വൈ മൈനസ് എക്സ്. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ വൈ മൈനസ് എക്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ വൈ മൈനസ് എക്സ് പോസിറ്റീവാണ്. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കണം ഇതിൻ്റെ ഡൊമൈൻ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എക്സ് വൈ പ്ലെയിനിലും വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതാണ് ഇതിൻ്റെ ഡൊമൈൻ. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇതിൻ്റെ ഡൊമൈൻ. പിന്നെ റേഞ്ചോ ഇതാണ് ഫങ്ഷൻ. സെഡ് ഈക്വൽ ടു റൂട്ട് വൈ മൈനസ് എക്സ് എന്നാണ്. വൈ മൈനസ് എക്സ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ സെഡ് എന്തായിരിക്കും? സെഡ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവോ സീറോയോ ആകാൻ പറ്റുള്ളൂ റേഞ്ച്. ഇനി ഇതിന് ലെവൽ കേഴ്സ് എന്തായിരിക്കും? ലെവൽ കേഴ്സ് എന്ന് പറയുന്നത് വൈ മൈനസ് എക്സ്. ലെവൽ കേഴ്സ് എന്ന് പറയുന്നത് റൂട്ട് വൈ മൈനസ് എക്സ് ഈക്വൽ ടു സി. അപ്പോൾ അല്ലെങ്കിൽ ഇതിനത് പോസിറ്റീവ് വാല്യൂസ് കൊടുക്കാവുള്ളൂ. അപ്പോൾ വൈ മൈനസ് എക്സ് ഈക്വൽ ടു സി എന്നായിരിക്കും. സി അല്ലെങ്കിൽ സം കോൺസ്റ്റന്റ്. സിയുടെ വാല്യൂ എന്താ? സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി 0. അപ്പോൾ വൈ മൈനസ് എക്സ് ഈക്വൽ ടു സി ഗ്രേറ്റ്. ഇതിന് വൈ മൈനസ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കാം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ വൈ മൈനസ് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ വൈ മൈനസ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് സി പോസിറ്റീവ് ആയിരിക്കണം. അപ്പം ഇതിൻ്റെ ലെവൽ കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലെവൽ കേഴ്സ് വൈ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സി. വൈ മൈനസ് എക്സ് ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ലെവൽ കേഴ്സ് ഇതായിരിക്കും. വൈ മൈനസ് ഇതാണ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ. വൈ ഈക്വൽ ടു എക്സ്. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്ന് വരിക ഇതിൻ്റെ ലെവൽ കേഴ്സിന്. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് സി പോസിറ്റീവ് ആയിരിക്കണം. അപ്പം മുകളിലേക്ക് വരുന്ന ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്നതായിരിക്കും ഇതിൻ്റെ ലെവൽ കേഴ്സ് മുകളിലേക്ക് വരുന്നത്. ഇതാണ് ലെവൽ കേഴ്സ്. ദെൻ അപ്പോൾ ലെവൽ കേഴ്സ് ഏതാ വരിക? ലെവൽ കേഴ്സ് ആർ സ്ട്രെയിറ്റ് ലൈൻ ഓഫ് ദ ഫോം വൈ മൈനസ് എക്സ് ഈക്വൽ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. ഇനി ബൗണ്ടറിയോ? ബൗണ്ടറി വൈ മൈനസ് എക്സ്. നമ്മൾ പറഞ്ഞു ബൗണ്ടറി എന്ന് പറയുന്നത് ഇതാണ് വൈ ഈക്വൽ ടു എക്സ്. ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി. വൈ ഈക്വൽ ടു എക്സിന് മുകളിലേക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്. വൈ ഇതുണ്ടോ? വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. വൈ ഈക്വൽ ടു ഈ ലൈനാണ് ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്. ബൗണ്ടറി ലൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ബൗണ്ടറി ലൈൻ. ആ ബൗണ്ടറി ലൈൻ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് അത് ക്ലോസ്ഡ് ആണ്. പിന്നെയോ ഇത് ഇൻഫിനിറ്റി വരെ പോകും. അതുകൊണ്ട് എന്താണ്? ഇത് അൺബൗണ്ടഡ് ആണ്. ഇനി
ഡെഫിനിഷൻ, ലിമിറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇതാണ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ എന്ന് പറയണമെങ്കിൽ ഇതാണ് നമ്മുടെ ഡൊമൈൻ, ഇത് റേഞ്ച്, ഇതാണ് ഫങ്ഷൻ, ഡൊമൈനിന്ന് റേഞ്ചിലേക്കുള്ള ഫങ്ഷൻ. ഇനി ഇതിൻ്റെ ലിമിറ്റ് എൽ ആണെങ്കിൽ എൽ സെൻറ്ററായി എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോണിൽ ഒരു ഓപ്പൺ ഇൻ്റർവൽ എടുക്കുക. എൽ സെൻറ്ററായി എൽ മൈനസ് എപ്സിലോൺ, ഇതുണ്ട് എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ സെൻറ്ററായി എൽ സെൻറ്ററായി. ഇനി നമ്മൾ എക്സ് നോട്ട് വൈ നോട്ടിൽ ലിമിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്ററായി ഒരു ഡെൽറ്റ റേഡിയസിൽ ഒരു ഡിസ്ക് എടുക്കുക. ഇതാണ് ആ ഡിസ്ക്, ഇതാണ് ആ ഡിസ്ക്, ഈ ഡിസ്ക്, ഇതാണ് ഡിസ്ക്. ഡെൽറ്റ റേഡിയസിൽ ഒരു ഡിസ്ക് എടുക്കുക. ഇനി ഈ ഡെൽറ്റ റേഡിയസിൽ ഈ എക്സ് നോട്ട് വൈ നോട്ട്, ഇതാ എക്സ് നോട്ട് വൈ നോട്ട്, ഇതാണ് എക്സ് നോട്ട്, ഈ സെൻറ്ററാണ് എക്സ് നോട്ട് വൈ നോട്ട്. എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്ററായി ഡെൽറ്റ റേഡിയസിൽ ഒരു ഡിസ്ക് എടുക്കുക. ആ ഡിസ്കിൻ്റെ അകത്തുള്ള ഏത് പോയിന്റ് കൊടുക്കുക, എക്സ് വൈ എലമെന്റ് കൊടുക്കുക. എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്ററായി ഡെൽറ്റ ഡിസ്കിൻ്റെ അകത്തൊരു പോയിന്റ് എടുക്കുക, എക്സ് വൈ. ഈ എക്സ് വൈയുടെ ഇമേജ് ഈ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോണിൻ്റെ അകത്ത് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എക്സ് നോട്ട് വൈ നോട്ടിൽ അതിൻ്റെ ലിമിറ്റ് എൽ എന്ന് പറയും. ഒന്നും കൂടെ പറയാം, ലിമിറ്റ് ഇതാണ് ഫങ്ഷൻ. ഈ ഫങ്ഷന് എക്സ് നോട്ട് വൈ നോട്ടിൽ ഇതിൻ്റെ ലിമിറ്റ്, ഈ ഫങ്ഷൻ ലിമിറ്റ് എൽ എന്ന് പറയണമെങ്കിൽ, എൽ റിയൽ നമ്പറാണ്, എൽ സെൻറ്ററായി എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോണിൽ ഒരു ഇൻ്റർവെൽ എടുക്കുക. ഇതാണ് ആ ഇൻ്റർവെൽ, ഇതാണ് ആ ഇൻ്റർവെൽ. ഇവിടെ നമ്മൾ ഇൻ്റർവെൽ ഈ ഇൻ്റർവെൽ എടുക്കുക. എന്നിട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്ററായി ഡെൽറ്റ റേഡിയസിൽ ഒരു ഡിസ്ക് എടുക്കുക. ഡിസ്ക് ഡൊമൈനിൽ ഒരു ഡിസ്ക് എടുക്കുക. ഈ ഡിസ്കിൻ്റെ അകത്തുള്ള എല്ലാ എക്സ് വൈയുടെ ഇമേജും, ഫങ്ഷൻ്റെ ഇമേജും ഈ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോണിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ പറയും എഫ് ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് എല്ലാണ് എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന്. ഇതാണ് പറയുന്നത്. ഇൻ ദ ലിമിറ്റ് ഡെഫിനിഷൻ ഡെൽറ്റ ഈസ് ദ റേഡിയസ് ഓഫ് ദ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഫോർ ഓൾ പോയിന്റ് എക്സ് വൈ വിത്തിൻ ദിസ് ഡിസ്ക്. The functional values f of xy lie inside the corresponding interval L minus epsilon L plus epsilon. ഇതാണ്, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. നെക്സ്റ്റ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് ആണ്. പ്രോപ്പർട്ടീസ് എക്സ് നോട്ട് വൈ നോട്ടിൽ എഫ് ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് എല്ലും എക്സ് നോട്ട് വൈ നോട്ടിൽ ജി ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് എമ്മുമാണ്. എല്ലും എമ്മുമാണ് ലിമിറ്റ്. എഫിൻ്റെ ലിമിറ്റ് എല്ലും ജിയുടെ ലിമിറ്റ് എമ്മും. അതാണ് എഫിൻ്റെ ലിമിറ്റ് എല്ലും ജിയുടെ ലിമിറ്റ് എമ്മും. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജിയുടെ ലിമിറ്റ് എൽ പ്ലസ് എം ആയിരിക്കും. എഫ് മൈനസ് ജിയുടെ ലിമിറ്റ് എൽ മൈനസ് എം ആയിരിക്കും. കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് കെ എൽ ആയിരിക്കും. എഫ് ഇൻറ്റു ജിയുടെ ലിമിറ്റ് എൽ ഇൻറ്റു എം ആയിരിക്കും. എഫ് ബൈ ജിയുടെ ലിമിറ്റ് എൽ ബൈ എം ആയിരിക്കും. എം നോട്ട് ഈക്വൽ 0, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ദെൻ എഫ് ടു ദ പവർ ഓഫ് എന്നിൻ്റെ ലിമിറ്റ് എൽ ടു ദ പവർ ഓഫ് എൻ ആയിരിക്കും. എൻഡ് റൂട്ട് ഓഫ് എഫിൻ്റെ ലിമിറ്റ് എൻഡ് റൂട്ട് ഓഫ് എൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ദെൻ എക്സാമ്പിൾ 1, അതിലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0 ഈ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് 0 കൊടുക്കുക, ഇതിന് 0 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇട്ട് 0യും 1ഉം കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആകരുത്. അപ്പോൾ എക്സിന് 0യും വൈക്ക് 1ഉം കൊടുക്കുക ഈ ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് -3 കിട്ടും. അതാണ് ഡിനോമിനേറ്ററിൽ 0 ആകരുത്. 0 ആകുമ്പോൾ നമുക്ക് കിട്ടൂല. രണ്ടാമത്തത് ഇതാണ്, എക്സിന് 3 കൊടുക്കുക, വൈക്ക് -4 കൊടുക്കുക. ഇതാണ്. അപ്പോൾ എക്സിന് 3² പ്ലസ് -4². അപ്പോൾ എത്രയായി? √25 5 എന്ന് കിട്ടി. അടുത്തത്
ഇതാ ഇവിടെ എക്സിന് π/2, വൈക്ക് എക്സ് ഈക്വൽ π/2, വൈക്ക് 0. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് ആദ്യം ഇതിന് ഇതിൻ്റെ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇതിന് ലിമിറ്റ് കൊടുക്കുക. ഇങ്ങനെ എടുത്തു, സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സിന് ഇതിങ്ങനെയായി, എക്സിന് π/2 കൊടുക്കുക. അപ്പോൾ π/2 ഡിവൈഡഡ് ബൈ സൈൻ π/2. അപ്പോൾ സൈൻ π/2 എത്രയാ? 1. അപ്പോൾ π/2 എന്ന് കിട്ടി, ഇത് y/2 എന്ന് കിട്ടി. ഇനി ഇവിടെ ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ y/y. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ. അതെത്രയാ? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആയിട്ടെടുത്തു. അപ്പോൾ π/2 മൈനസ് 1 ആണ് വാല്യൂ. അതാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഇതാണ് ഫൈൻഡ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡിവൈഡ് ബൈ √x മൈനസ് √y. ഇതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ √x മൈനസ് √y താഴെയുണ്ട്. അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് √x പ്ലസ് y ഉണ്ട്, മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ അതുപോലെ തന്നെ എഴുതി, താഴെ √x മൈനസ് y ഇൻറ്റു √x പ്ലസ് y എന്താ? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ √x സ്ക്വയർ മൈനസ് √y സ്ക്വയർ, എക്സ് മൈനസ് വൈ ആയി. അതാണ് നമ്മൾ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഈ ന്യൂമറേറ്ററിൻ്റെ അന്ന് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈക്ക് അന്ന് എക്സ് പുറത്തെടുത്തു, പിന്നെ ബ്രാക്കറ്റിൽ എക്സ് മൈനസ് വൈ. അപ്പോൾ ഇതിങ്ങനെയായി. ഇനി നമുക്ക് ഈ എക്സ് മൈനസ് വൈയും ഈ എക്സ് മൈനസ് വൈയും ക്യാൻസൽ ചെയ്യാം. കാരണം ഇതിൻ്റെ ഡൊമൈനിൽ, ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ ഇതാണ്, we can cancel the factor x minus y because the path y equal to x, that is x minus y equal to 0, is not in the domain of the function. ഡൊമൈനിൽ ഉണ്ടാവില്ല. എക്സ് മൈനസ് വൈ ഇത് 0 0 എന്ന് വരില്ല. എക്സ് മൈനസ് വൈ 0 അല്ല. എക്സ് ടെൻസ് ടു 0, വൈ ടെൻസ് ടു 0 ആണ്. എക്സും വൈയും 0 അല്ല. അപ്പോൾ ഇതിന് ഡൊമൈനിൻ്റെ അകത്ത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് വരില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഈ എക്സ് മൈനസ് വൈയും എക്സ് മൈനസ് വൈയും കൂടെ ക്യാൻസൽ ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളിത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇതും കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇത് രണ്ടും ഒന്നിച്ച് എഴുതി, പിന്നെ ഇത് രണ്ടും ഒന്നിച്ച് എഴുതി. ഇനി നമ്മൾ എക്സിന് 0 കൊടുക്കാം. അപ്പം ഇതിന് അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് 0 കൊടുക്കാം. ഇനി ഇവിടെ 0 കൊടുത്താൽ മതി. ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. അപ്പോൾ 0 കിട്ടും. ഉണ്ടോ? ഇതാണ് 0. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് 0 ആണ്. ഓക്കെ, നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.